ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഈ കിറ്റ് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇത് നമ്മൾ തന്നെ നേരത്തെ ചാനലിൽ റിവ്യൂ ചെയ്തിട്ടുള്ള കിറ്റാണ്. ഇമ്രാനിക്സിന്റെ TX110A എന്ന പേരിൽ വരുന്ന ഒരു DSP 5.1 റിമോട്ട് കിറ്റാണ്. ഇതിൽ ഒപ്റ്റിക്കൽ, കോയാക്സിയൽ, HDMI അങ്ങനത്തെ ഡിജിറ്റൽ ഇൻപുട്ടുകളെല്ലാം ഉണ്ട്. പിന്നെ സൗണ്ട് ഓഡിയോ മോഡുകളുണ്ട്. ഒരു മ്യൂസിക്, മൂവി, പ്രോലോജിക്, സ്റ്റീരിയോ അങ്ങനെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ കുറച്ച് ഫങ്ഷൻസ് ഒക്കെ ഉള്ള ഇൻബിൽറ്റ് ബാസ്റ്റബിൾ ഉണ്ട്, അങ്ങനെ ലാസ്റ്റ് മെമ്മറി ഉണ്ട്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉള്ള അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കിറ്റാണ്. നമ്മളിത് റിവ്യൂ ചെയ്തിട്ട് ഏതാണ്ട് ഒരു വർഷത്തോളം ആവാറായെന്ന് തോന്നുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് പല പല തിരക്കും കാര്യങ്ങളൊക്കെ ആയിപ്പോയി. അപ്പോൾ നമുക്കൊരു പ്രോഡക്റ്റ് റിവ്യൂ ചെയ്യാനുള്ളൊരു സമയവും കിട്ടിയില്ല. പിന്നെ അതിനുള്ളൊരു ഇതൊത്തു വന്നില്ല എന്ന് വേണം പറയാൻ. അപ്പോൾ എന്തായാലും ഇന്നിപ്പോൾ ഞാൻ കുറച്ച് സമയം കിട്ടിയപ്പോൾ ഒരു റിവ്യൂ ആയിട്ട് വന്നേക്കാണ്. ഇത് 5.1.1 എന്ന രീതിയിൽ ചെയ്തേക്കുന്നത്. അതായത് 5 ചാനൽ, ഒരു മിഡ് ബാസ്, ഒരു ലോ ബാസ്, അതായത് സബ് ബാസ്. അപ്പോൾ 5+2 7 ചാനലുണ്ട്. സാധാ 5.2 എന്ന് പറയുന്നതിന് ചെറിയൊരു മാറ്റം വരുത്തി ചെയ്തേക്കുന്നു എന്നേ ഉള്ളൂ. ഇതിന്റെ പാനലിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആദ്യം തന്നെ ലെഫ്റ്റ് സൈഡിൽ തുടങ്ങാം. ഇവിടെ നമ്മളൊരു നമ്മുടെ ലോഗോ കൊടുത്തിട്ടുണ്ട്, പിസ്റ്റൺ ഓഡിയോസിന്റെ ലോഗോ, പവർ സ്വിച്ച്, പിന്നെ ഈ കാണുന്ന ആക്റ്റീവ് ഫെയിൽ, ആ രണ്ട് ഇൻഡിക്കേഷൻ അത് സ്പീക്കർ പ്രൊട്ടക്ഷൻ്റെ ആണ്. അതിപ്പോൾ ആക്റ്റീവ് ആയതുകൊണ്ട് സ്പീക്കർ പ്രൊട്ടക്ഷൻ എല്ലാ ചാനലിലും ആക്റ്റീവ് ആണ്, അത് ഓണായി കിടക്കുന്നുണ്ട്. പിന്നെ ഇത് നമ്മുടെ ഡിസ്പ്ലേ സ്റ്റാൻഡ് ബൈ മോഡിലാണ് ഇപ്പോൾ കിടക്കുന്നത്. പിന്നെ ഇതിൻ്റെ താഴെ നമുക്ക് സ്വിച്ചുകളുണ്ട്, നമുക്ക് മോഡുകൾ ചേഞ്ച് ചെയ്യാനും പ്ലേ, പോസ്, നെക്സ്റ്റ് അങ്ങനത്തുള്ള സ്വിച്ചുകൾ. USB സോക്കറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് നടുക്കായിട്ട്. പിന്നെ 3 റോട്ടറി നോബ്സ് ഉണ്ട് ഇതിനകത്ത്. ഇത് എൻകോഡറാണ്. ഇത് നമ്മുടെ മിഡ് ബാസിൻ്റെ വോളിയം, ഇത് ലോ ബാസിൻ്റെ വോളിയം. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ ഫ്രണ്ട് പാനലിൽ വരുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഡിസൈനാണ് ഇത്. കുറേ പേർക്ക് ഇഷ്ടപ്പെട്ട് എന്ന് പറഞ്ഞായിരുന്നു ചെയ്തപ്പോൾ. ഇതിൻ്റെ ബാക്ക് സൈഡ് കൂടെ ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. ഒരു ഗ്ലോസി അക്രിലിക് പാനലാണ് നമ്മൾ ബാക്ക് പാനൽ ചെയ്തെടുത്തേക്കുന്നത്. സ്പീക്കർ ഔട്ടിനെല്ലാം ബനാന സോക്കറ്റ് കൊടുത്തിട്ടുണ്ട്, 2 കൂളിംഗ് ഫാന്, ഫ്രണ്ടിലെ LED ഓൺ ഓഫ് ചെയ്യാനായിട്ട് ഒരു സ്വിച്ച് നമ്മൾ പുറകിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 നോബ്സ് കൊടുത്തിട്ടുണ്ട്, ഒരെണ്ണം ഫ്രീക്വൻസിയും ഒരെണ്ണം ബാസും അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട്. AC കോഡ് വയർ വിത്ത് ഫ്യൂസും കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഇനി ഞാൻ ഇതിൻ്റെ ഇൻസൈഡ് വ്യൂ ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. എൻ്റെ മോഡി ഒന്ന് ഇളകിക്കോട്ടെ. ഇതിൻ്റെ പവർ സപ്ലൈ സെക്ഷനിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്തേക്കുന്നത് കോപ്പർ ട്രാൻസ്ഫോമറാണ്. ഇത് പറഞ്ഞ് ചെയ്യുന്ന ട്രാൻസ്ഫോമറാണ്. അതേപോലെ നമ്മൾ 2 ടാപ്പിംഗ് ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ട്. ഒരെണ്ണം സബിന് വേണ്ടിയിട്ട് ഒരു 30-0-30 12 ആംപിയറും, പിന്നെ 24-0-24 8 ആംപിയർ, അത് ഈ സൈഡ് ചാനലിന് വേണ്ടിയിട്ട്. 12 ആംപിയർ 30-0-30 റെക്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് 35 ആംപിയർ മെറ്റൽ ഡയോഡും, ഡിജി ക്യാപ്പിൻ്റെ 10,000 UF 63 വോൾട്ട് കപ്പാസിറ്റർ യൂസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ 24-0-24 8 ആംപിയർ, അത് റെക്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് സെയിം 35-10 മെറ്റൽ ഡയോഡും 50 വോൾട്ട് 10,000 UF ഡിജി ക്യാപ്പിൻ്റെ കപ്പാസിറ്റർ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു സോഫ്റ്റ് സ്റ്റാർട്ടർ സർക്യൂട്ട് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ കാണുന്ന ചെറിയ റെക്ടിഫയർ സെക്ഷൻ, അതൊരു ഗെയിനർ ബോർഡ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നുണ്ട് ബസൂണിൻ്റെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉള്ള സപ്ലൈ എടുക്കാൻ വേണ്ടി 12-0-12 റെക്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്തേക്കുന്നത്. ആംപ്ലിഫയർ സെക്ഷനിലേക്ക് വരുവാണെങ്കിൽ നമ്മളിവിടെ ഒരു വലിയ ഹീറ്റ് സിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇതൊരു 12 ലീഫ് വരണ അത്യാവശ്യം ഹെവി ആയിട്ടുള്ള ഒരു ഹീറ്റ് സിങ്ക് ആണ്. ഇതിന് സെപ്പറേറ്റ് കൂളിംഗ് ഫാനിൻ്റെ ഒന്നും തന്നെ ആവശ്യമില്ല, അത്രയ്ക്കും വലിപ്പമുണ്ട് ഇതിന്. ഇതിലാണ് നമ്മൾ 5 ചാനൽ ബോർഡുകൾ, അതായത് 3 ചാനൽ അടിയിലും 2 ചാനൽ മുകളിലായിട്ട് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത്. നമ്മൾ തന്നെ മേടിച്ച് സെറ്റ് ചെയ്തതാണ് ഈ ഹീറ്റ് സിങ്കും ട്രാൻസിസ്റ്റർ കാര്യങ്ങളെല്ലാം. PCB സെപ്പറേറ്റ് വാങ്ങി, ട്രാൻസിസ്റ്റർ സെപ്പറേറ്റ്, അങ്ങനെയെല്ലാം അത്യാവശ്യം ക്വാളിറ്റിയുള്ള സാധനങ്ങൾ മേടിച്ച് ഇട്ട് ചെയ്തതാണ്. അപ്പം അടിയിലിരിക്കുന്ന ബോർഡ് 3 ചാനലാണ്. 5198 1941 തോഷിബയുടെ പേര് വരണ 3 ചാനൽ ബോർഡ്. പിന്നെ മേളിൽ യൂസ് ചെയ്തേക്കുന്ന വിയുടെ JVC പ്ലസ് 100+100 കിട്ടണം ഒരു സ്റ്റീരിയോ ബോർഡാണ്. അപ്പോൾ ഇത് ഈ 2 വിയുടെ ബോർഡ് യൂസ് ചെയ്തേക്കുന്നത് ഫ്രണ്ട് ലെഫ്റ്റ് റൈറ്റിന് വേണ്ടി മാത്രമാണ്. ഞാൻ ഫ്രണ്ട് ലെഫ്റ്റ് റൈറ്റ് അത്യാവശ്യം കുറച്ച് 2-വേ ബോക്സ്, അത്യാവശ്യം വലിപ്പമുള്ള ബോക്സാണ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അതിലെടുത്തത്. പിന്നെ താഴെയുള്ള സൈഡ് ചാനലെല്ലാം 5198 1941 3 ചാനൽ ബോർഡ് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് രണ്ടും നമ്മൾ യൂസ് ചെയ്തേക്കുന്നത് സബിൻ്റെ, അതായത് ഒരെണ്ണം ഇത് മിഡ് ബാസും ഇത് സബിൻ്റെയാണ് ആംപ്ലിഫയർ ബോർഡ്. ഇത് 52001943 4 ട്രാൻസിസ്റ്റർ ബോർഡാണ്. ഇതിൻ്റെ ഹീറ്റ് സിങ്ക് നല്ല ഹെവി ഹീറ്റ് സിങ്ക് തന്നെയാണ്.
ഓവർ ഹീറ്റിങ്ങിൻ്റെ പ്രശ്നമോ കാര്യങ്ങളൊന്നുമില്ല. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു ഫാന് അടിയിൽ കൊടുത്തിട്ടുണ്ട്. അത് ഈ ബോർഡ് ഹീറ്റ് ആവുന്നതനുസരിച്ച് ഫാൻ കറങ്ങുള്ളൂ. അതിൻ്റെ സെൻസർ കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് 2 ഫിൽറ്റർ ബോർഡുകളാണ്. ഒരെണ്ണം 2 ബ്രാൻഡാണ് ഇത് രണ്ടും. അതായത് ഈ ഷാനിൻ്റെ ഫിൽറ്റർ, അതായത് അത് കുറച്ച് ബാസ് എഫക്റ്റ് കൂടുതലാണ്. അത്യാവശ്യം നല്ല രീതിയിൽ ഫ്രീക്വൻസി നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഞാനത് യൂസ് ചെയ്തിരിക്കുന്നത് മിഡ് ബാസിന് വേണ്ടിയിട്ടാണ്. അത്യാവശ്യം മിഡ് ഫ്രീക്വൻസിയിലോട്ട് നമുക്ക് തിരിച്ചു വെച്ചാൽ അത് കറക്റ്റ് കിട്ടുന്നുണ്ട്. പിന്നെ നല്ല ഗെയിനും ഉണ്ട്. അതുകൊണ്ട് ഞാൻ ആ ഒരു ബോർഡ് അതിന് വേണ്ടി ചൂസ് ചെയ്തു. പിന്നെ ഇത് യൂസ് ചെയ്തിരിക്കുന്നത് അത്യാവശ്യം നമുക്ക് പഴയ പാട്ടുകൾക്ക് അത്യാവശ്യം നല്ല റിസൾട്ട് ഉണ്ട് ഈ ഒരു ബോർഡിൽ. അപ്പോൾ ഇത് രണ്ടും നമ്മൾ ട്യൂൺ ചെയ്തിരിക്കുന്ന സെപ്പറേറ്റ് ഫ്രീക്വൻസിയാണ്. ഇത് കുറച്ച് മിഡിഷ് ആയിട്ടുള്ള ഫ്രീക്വൻസിയിലും ഇത് സബ് ആയിട്ടുള്ള ലോ ആയിട്ടുള്ള ഫ്രീക്വൻസിയിലാണ് ട്യൂൺ ചെയ്തിരിക്കുന്നത്. ഇത് രണ്ടും തമ്മിൽ ബ്ലെൻഡ് ചെയ്ത് കേൾക്കുമ്പോൾ ഒരു പ്രത്യേക രസമാണ്. നമുക്ക് ചില പാട്ടുകളൊക്കെ പഴയ മലയാളം പാട്ടൊക്കെ കേൾക്കുമ്പം ഇതുവരെ നമ്മൾ കേൾക്കാത്ത പല ബീറ്റുകളും ഈ പറഞ്ഞ പോലെ ഒരു മിഡ് ബാസ് കൊടുക്കുമ്പോൾ നമുക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ഒരു മൊത്തത്തിലൊരു ബാസിനൊരു വെയിറ്റ് കിട്ടുന്നുണ്ട്. അതായത് നമ്മൾ ഈ ഉത്സവ പറമ്പിലൊക്കെ പോയിട്ട് PA സിസ്റ്റംസിൽ ഈ ലൈവ് ഗാനമേളയൊക്കെ കേൾക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു പ്രത്യേക ടൈപ്പ് ബാസ് ഉണ്ടല്ലോ, ആ ഒരു ബാസ് നമുക്ക് ഈ ഒരു സെറ്റപ്പ് ചെയ്താൽ കിട്ടും. 2 ലോ ബാസ് വെച്ച് കഴിഞ്ഞാൽ എത്രത്തോളം കിട്ടുമെന്ന് എനിക്കറിയില്ല. ഞാൻ നേരത്തെ അങ്ങനെ യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അന്ന് എനിക്ക് കിട്ടുന്നതിനേക്കാളും കുറച്ചും കൂടെ നല്ലൊരു എഫക്റ്റ് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ കിട്ടുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ സ്പീക്കർ പ്രൊട്ടക്ഷൻ 7 ചാനലിൻ്റെ സ്പീക്കർ പ്രൊട്ടക്ഷൻ യൂസ് ചെയ്യുന്നുണ്ട്. എക്സ്ട്രീം ആംസിൻ്റെ സ്പീക്കർ പ്രൊട്ടക്ഷനാണ്. ഇത് SMD ടൈപ്പാണ് ഫുള്ള് വരുന്നത്. പിന്നെ ഇവിടെ ഒരു SMBS കൊടുത്തിട്ടുണ്ട്. SMBS യൂസ് ചെയ്തിരിക്കുന്നതിൻ്റെ ഫാനിനും ലൈറ്റിനും വേണ്ടിയിട്ടാണ്. ഇതിനകത്ത് ആകെ 2 ഫാനേ ഞാൻ യൂസ് ചെയ്യുന്നുള്ളൂ. ഒരെണ്ണം ഈ പറഞ്ഞ പോലെ ഈ ബോർഡ് തണുപ്പിക്കാൻ വേണ്ടി അകത്തേക്ക് കാറ്റ് കൊടുക്കുന്നത്, അത് ഹീറ്റ് സെൻസിങ് ഫാനാണ്, അതൊരെണ്ണം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇതിൻ്റെ അടിയിൽ ഒരു ഫാനുണ്ട്, ഈ SMBSൻ്റെ അടിയിൽ. അത് ഫുൾ ടൈം റണ്ണിങ് ആണ്. ഔട്ട് പുറത്തോട്ട് കാറ്റ് വലിച്ചു കളയാൻ വേണ്ടിയിട്ടുള്ള രീതി. അത് ഫുൾ ടൈം റണ്ണിങ് ആണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ഉൾഭാഗത്തുള്ള കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഇനി നമുക്കിത് ഓണാക്കി നോക്കാം. ഓണാക്കി നോക്കിയിട്ട് കുറച്ച് പാട്ടോ കാര്യങ്ങളൊക്കെ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. കോപ്പിറൈറ്റ് വരുന്നതുകൊണ്ട് നമുക്ക് മലയാളം പാട്ടോ ഒക്കെ ഇടാൻ ബുദ്ധിമുട്ടായിരിക്കും. നോൺ കോപ്പിറൈറ്റ് ആണ് പ്ലേ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഓഡിയോ ടെസ്റ്റിംഗ് അല്ലാണ്ട് മലയാളമോ ഹിന്ദിയോ തമിഴ് പാട്ടുകളുടെയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ ഞാൻ അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഇത് ഓണാക്കി കാണിക്കുന്നതിന് മുന്നേ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന സബ് വൂഫർ, അതായത് സബ് വൂഫർ യൂസ് ചെയ്തിരിക്കുന്നത് JBLൻ്റെ 1300HI A1300HIയുടെ ഒരു 12 ഇഞ്ച് സബ് വൂഫർ. എല്ലാവരും യൂസ് ചെയ്യുന്ന സബ് വൂഫർ തന്നെയാണ്. പിന്നെ മിഡ് ബാസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് നമ്മൾ പറഞ്ഞു ജയിച്ചൊരു സബ്ബാണ്. ഇതൊരു PA സ്റ്റൈലിൽ തന്നെയാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ യൂസ് ചെയ്യുന്ന മിഡ് ബാസിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞാൽ അത് 200 വാട്ട്സിൻ്റെ ഒരു മിഡ് ബാസ് ആണ്. 200 വാട്ട്സ് RMS, 300 വാട്ട്സ് വരെ നമുക്ക് കൊടുക്കാൻ പറ്റും. 200 വാട്ട്സ് എന്നാണ് ഒരു സേഫ് ഓപ്പറേറ്റിംഗ് കണ്ടീഷൻ എന്നുള്ള രീതിയിൽ പറയുന്നത്. അപ്പോൾ അതിനകത്ത് വരുന്നതെന്ന് വെച്ചാൽ ഡബിൾ മാഗ്നറ്റ് ആണ്, 4 ലെയർ വോയിസ് കോയിൽ, ഡബിൾ സ്പൈഡർ, പിന്നെ PA സ്റ്റൈലിൽ വരുന്ന ആ ഒരു വൂഫറുകളുടെയൊക്കെ അതേ പേപ്പർ കാര്യങ്ങളെല്ലാമാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ അത് ജസ്റ്റ് ഞാനത് കാണിക്കാം. അതിൻ്റെ ഒരു ഇതാണ് ഞാൻ പറഞ്ഞ മിഡ് ബാസ് ഡ്രൈവർ. ഇത് ഡെൻഡ്രോൺ എന്നുള്ളൊരു ബ്രാൻഡ്. ഇത് മെയ്ഡ് ഇൻ കേരള തന്നെയാണ്. അതൊരു 6 ohms ഇമ്പിഡൻസിൽ നമ്മൾ പറഞ്ഞു കഴിച്ചാണ്. 200 വാട്ട്സ് ഡബിൾ മാഗ്നറ്റ് ആണ്. ഇതിൻ്റെ പേപ്പറൊക്കെ വരുന്നത് വെച്ചാൽ നമ്മുടെ PAയുടെ മിഡ് ബാസിൽ വരുന്ന അതേ പേപ്പർ കാര്യങ്ങൾ ഒക്കെയാണ്. സറൗണ്ടൊക്കെ ആണെങ്കിൽ തന്നെ ആ ഒരു PA സിസ്റ്റംസ് വരുന്ന പോലത്തുള്ള സെറ്റപ്പിലാണ് ഇത് വെച്ച് ചെയ്തേക്കുന്നത്. ഞാൻ ഈ ആംപ്ലിഫയർ ഓൺ ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ USB മോഡിലാണ് ആക്കുന്നത്. USB കണക്ട് ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ USB എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ വരുന്നതെന്ന് വെച്ചാൽ നമുക്ക് USB വഴി വേവ്, ഫ്ലാക്ക് ഫയൽസ് ഒക്കെ പ്ലേ ആവുന്നുണ്ട്. പക്ഷേ USB-യിൽ AC3 DTSO ഫയൽ നമ്മൾ ഇട്ടിട്ട് പ്ലേ ചെയ്യാൻ നോക്കിയാൽ അത് വർക്കാവില്ല. അത് USB ത്രൂ പ്ലേ ആവില്ല. അല്ലാണ്ട് സ്മാർട്ട് TVയിലോ ഒക്കെ കണക്ട് ചെയ്തിട്ട് ഒപ്റ്റിക്കലോ HDMI ARC വഴി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് DTS ആയിട്ട് തന്നെ ഇതിൽ ഡെക്കോഡ് ചെയ്ത് വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു വീഡിയോ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് ഇതൊന്ന് USB ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം നമുക്ക്. ഇപ്പം ഞാനിത് MI ബോക്സ് വഴി ഒപ്റ്റിക്കൽ ഇൻപുട്ട് വഴി കണക്ട് ചെയ്തേക്കാണ്. അപ്പോൾ ജസ്റ്റ് അതിനകത്തൊരു DTS സോങ്സ് നമുക്ക് MI ബോക്സിൽ പ്ലേ ചെയ്ത് നോക്കാം. ഇതിൽ ഒപ്റ്റിക്കൽ വഴി എങ്ങനെ വർക്ക് ചെയ്യണമെന്ന് അറിയാം.
അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇതിനെ പറ്റിയിട്ട് പറയാനായിട്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ ഇട്ടേക്കാം. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. അതുപോലെ ഇത് യൂസ് ചെയ്തേക്കണ ഈ പറഞ്ഞ മിഡ് ബാസ് ഡ്രൈവർ നിങ്ങൾക്ക് എങ്ങനെയുണ്ട് അതിൻ്റെ കാര്യങ്ങൾ അറിയണം, കൂടുതൽ ഡീറ്റെയിൽസിന് അത് ചെയ്യുന്ന ആളുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. താല്പര്യമുള്ളവർ നോക്കുക, വിളിച്ചു നോക്കുക. അപ്പോൾ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ഇട്ട് കാണാം. ഓക്കെ, ബൈ.